ഒമാൻ ഉൾക്കടലിൽ ആക്രമണത്തിനിരയായ എണ്ണക്കപ്പലിൽ കാണാതായ 3 ഇന്ത്യൻ നാവികരും മരിച്ചതായി സ്ഥിരീകരണം. അന്താരാഷ്ട്ര ജലപാതയിലൂടെ സഞ്ചരിക്കുകയായിരുന്ന MT സെറ്റാബെല്ലോ എന്ന എണ്ണക്കപ്പലിന് നേരെ കഴിഞ്ഞ ബുധനാഴ്ചയായിരുന്നു ലോകത്തെ ഞെട്ടിച്ച അപ്രതീക്ഷിത ആക്രമണം ഉണ്ടായത്. പസഫിക് സമുദ്രത്തിലെ ദ്വീപരാഷ്ട്രമായ പലാവുവിന്റെ പതാകയേന്തി അന്താരാഷ്ട്ര ജലപാതയിലൂടെ സഞ്ചരിച്ചിരുന്ന സെറ്റബെല്ലോ എന്ന എണ്ണക്കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിലാണ് 3 പേർക്ക് ജീവൻ നഷ്ടമായത്. കപ്പലിലുണ്ടായിരുന്ന 24 ഇന്ത്യൻ ജീവനക്കാരിൽ 21 പേരെ രക്ഷപ്പെടുത്തിയതായി റിപ്പോർട്ടുകളുണ്ട്. സംഭവത്തിൽ കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ അനുശോചനം രേഖപ്പെടുത്തി. മരിച്ച നാവികരുടെ ഭൗതിക ശരീരങ്ങൾ എത്രയും വേഗം ഇന്ത്യയിലെത്തിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചതായും അദ്ദേഹം അറിയിച്ചു. അതേസമയം ഇന്ത്യൻ പൗരന്മാർ കൊല്ലപ്പെട്ട സംഭവത്തിൽ ഇന്ത്യ അമേരിക്കയോട് കടുത്ത പ്രതിഷേധം അറിയിച്ചതായും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. ഇറാനിൽ നിന്നും അസംസ്കൃത എണ്ണ കടത്താൻ കപ്പൽ ശ്രമിച്ചെന്നും പലതവണ നൽകിയ മുന്നറിയിപ്പുകൾ അവഗണിച്ചു. അതിനെ തുടർന്നാണ് ശക്തമായ നടപടി സ്വീകരിച്ചതെന്നുമാണ് അമേരിക്കൻ സൈനിക വൃത്തങ്ങളുടെ വിശദീകരണം. കപ്പൽ നിർത്താൻ നൽകിയ നിർദ്ദേശങ്ങൾ പാലിക്കാത്ത സാഹചര്യത്തിലാണ് ആക്രമണം നടത്തിയതെന്നും അമേരിക്ക അവകാശപ്പെടുന്നു. ഇന്ത്യൻ ജീവനക്കാരുണ്ടായിരുന്ന വാണിജ്യ കപ്പലുകൾക്കെതിരെ ഈ ആഴ്ച റിപ്പോർട്ട് ചെയ്യുന്ന രണ്ടാമത്തെ സംഭവമാണിത്. കഴിഞ്ഞ ദിവസവും സമാന സാഹചര്യത്തിൽ മറ്റൊരു എണ്ണക്കപ്പലിന് നേരെ ആക്രമണം ഉണ്ടായിരുന്നുവെങ്കിലും അതിലുണ്ടായിരുന്ന എല്ലാ ഇന്ത്യൻ ജീവനക്കാരെയും സുരക്ഷിതമായി രക്ഷപ്പെടുത്തിയിരുന്നു. ഹോർമുസ് കടലിടുക്കിനെയും പശ്ചിമേഷ്യയിലെ കടൽ ഗതാഗതത്തെയും ചുറ്റിപ്പറ്റിയുള്ള സംഘർഷം രൂക്ഷമായ സാഹചര്യത്തിലാണ് പുതിയ സംഭവം. മേഖലയിലെ വാണിജ്യ കപ്പലുകൾക്കും സിവിലിയൻ സൗകര്യങ്ങൾക്കുമെതിരായ ആക്രമണങ്ങൾ അവസാനിപ്പിക്കണമെന്ന് ഇന്ത്യ ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതിനിടെ മരണപ്പെട്ട നാവികരുടെ കുടുംബങ്ങളെ വിവരമറിയിക്കാനും ആവശ്യമായ സഹായങ്ങൾ ഉറപ്പാക്കാനുള്ള നടപടികളും കേന്ദ്ര സർക്കാർ ആരംഭിച്ചിട്ടുണ്ട്. പശ്ചിമേഷ്യയിൽ അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷം തുടരുന്നതിനിടയിൽ മേഖലയിലെ സുരക്ഷാ സാഹചര്യം അന്താരാഷ്ട്ര തലത്തിൽ ഏറെ ആശങ്ക ഉയർത്തുകയാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.